സ്വർഗത്തിൽ നിന്നും വിസ്മയാവഹവുമായ മറ്റൊരടയാളം ഞാൻ കണ്ടു. 7 മഹാമാരികൾ ഏന്തിയ 7 ദൂതന്മാർ. ഈ മഹാമാരികൾ അവസാനത്തേതാണ്. എന്നാൽ ഇവയോടെയാണ് ദൈവത്തിന്റെ ക്രോധം അവസാനിക്കുന്നത്. ഇതുവരെയുള്ള വിഷൻസ് 12, 13, 14 എന്ന് പറയുന്നത് ഒരു ബ്രേക്ക് ആയിരുന്നു ശരിക്കും പറയുകയാണെങ്കിൽ കണ്ടിന്യൂവേഷനിൽ. ഇവിടെ ഈ പറഞ്ഞ 12, 13, 14 രക്ഷാകര ചരിത്രത്തിലെ എല്ലാ കാര്യങ്ങളും തന്നെ അവിടെ ഡെപിക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോ അത് കഴിഞ്ഞ് ഇപ്പോ 15, 16 എന്ന് പറയുന്നത് നമ്മൾ എവിടെ 11-ാം അധ്യായം നിർത്തിയോ അതിന്റെ തുടർച്ച പോലെയാണ്. കാരണം ഇത് വെളിപാടായതുകൊണ്ട് ഇതിനെല്ലാം ഒരു നമ്മൾ വിചാരിക്കുന്ന ഒരു ഓർഡർ അല്ല, വേറൊരു ഓർഡറാണ് ഉള്ളത്. അപ്പൊ ഈ ഒരു ഫസ്റ്റ് വേഴ്സ് എന്ന് പറയുന്നത് ഒരു ഇൻട്രൊഡക്ടറി സമ്മറിയാണ് ജോൺ 15-ഉം 16-ലും കാണാൻ പോകുന്നതിന്. ദ ഹോൾ ഇൻട്രൊഡക്ടറി സമ്മറി എന്നാണ് ഇതിനെ പറയുക. ഇതിനകത്ത് 7 ബവൽസ്, അതായത് പാത്രങ്ങള്, അതിനകത്ത് 7 ലാസ്റ്റ് പ്ലേഗ്സ്, അവസാനത്തെ 7 മഹാമാരി, അത് ദൈവത്തിന്റെ ജഡ്ജ്മെന്റിനെ കംപ്ലീറ്റ് ആക്കും. അതാണ് ഇവിടുത്തെ വിഷയം. ഈ ഒരു ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു കാര്യം, നമ്മളൊരു കവനന്റിന്റെ കാര്യം എപ്പോഴും പറയാറുണ്ട്, ഓർക്കുന്നുണ്ടല്ലോ. 14-ല് നമ്മള് മനസ്സിലാക്കുന്നത് ഒരു ബാക്കിയുള്ള 1,44,000 പേരെ കുറിച്ചാണ്. അവര് റിഡീംഡ് ആവുന്നു. ജെറുസലത്തിലുള്ള മറ്റുള്ളവര് ആ കാര്യം സ്വീകരിച്ചില്ല. അവര് മറ്റ് ലൗകിക വിജാതീയ സംസ്കാരത്തിൽ പെട്ടു. പക്ഷെ കുറച്ചു പേരെപ്പോഴും ദൈവത്തിന് മാറ്റി നിർത്തപ്പെട്ടിരുന്നു. ദൈവം മാറ്റി അവരെ സംരക്ഷിച്ചു. അവരും അതിനോട് വിശ്വസ്തരായിരുന്നു. അതാണ് നമ്മൾ ശരിക്കും 14-ാം ചാപ്റ്ററിൽ ക്ലോസ് ചെയ്യുന്നത്. ശരിക്കും 14-ല് ക്ലോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 2 കമ്പാരിസൺ കിട്ടും. 13-ാം അധ്യായം 14-ാം അധ്യായം നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഒരു സ്ഥലത്ത് നമുക്ക് 13-ാം അധ്യായത്തിൽ സേറ്റൻ ആരാണെന്നും എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടണതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ സീ ബീസ്റ്റ്, അത് റോമൻ എംപയർ ആ കാലഘട്ടത്തിൽ എന്താണ് ചെയ്തതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഫാൾസ് പ്രോഫറ്റ്, അതായത് ലാൻഡ് ബീസ്റ്റ്, അത് എന്തൊക്കെയാണ് ചെയ്യണതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെയാണ് 13-ാം അധ്യായം നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ 14-ാം അധ്യായത്തില് പിതാവായ ദൈവം, ദ ലാംബ് കിങ് ജീസസ് ക്രൈസ്റ്റ്, ഏഞ്ചൽ ആൻഡ് മെസ്സഞ്ചേഴ്സ്, അതായത് ശരിക്കും ശുശ്രൂഷിക്കുന്ന റൈറ്റിയസ് ഫോളോവേഴ്സ് ഓഫ് ക്രൈസ്റ്റ്, സീൽഡ് വിത്ത് ദ നെയിംസ് ഓഫ് ദ ഫാദർ ആൻഡ് ദ സൺ. ഇതാണ് നമ്മൾ 14-ാം അധ്യായം നമ്മൾ ക്ലോസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞാണ് നമ്മൾ 13-ഉം 14-ഉം കഴിഞ്ഞ് 15-ലേക്ക് വരുമ്പോ ഇവിടെ പറയുന്ന 7 മഹാമാരി എന്ന് പറയുന്ന ആക്ച്വലി 3 എണ്ണം നമ്മൾ പണ്ട് പറഞ്ഞിരുന്നു മഹാമാരികള്. ഇതോടുകൂടി 7ഉം കൂടി ആവുമ്പോൾ അത് 10 മഹാമാരിനെയാണ് പണ്ടത്തെ ജഡ്ജ്മെന്റ് ആയിട്ടുള്ള 10 മഹാമാരിനെയാണ് സൂചിപ്പിക്കുന്നത്. ഈ 3 മഹാമാരികളെ കുറിച്ച് പറയുന്നത് വെളിപാട് 9:18-ലാണ്. അതൊന്ന് നമുക്ക് വായിക്കാം. അവയുടെ വായിൽ നിന്നും പുറപ്പെട്ടിരുന്ന തീ, പുക, ഗന്ധകം എന്നീ 3 മഹാമാരികൾ മൂലം മനുഷ്യരിൽ 1/3 ഭാഗം മൃതരായി. ഈ വരുന്ന ജഡ്ജ്മെന്റിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് കംപ്ലീറ്റ് ആണ്. ഇതുവരെയുള്ളത് പാർഷ്യൽ ജഡ്ജ്മെന്റ്സ് ആണ് നമുക്ക് കാണാൻ കിട്ടിയിരുന്നെങ്കിൽ ഇതിനകത്ത് ഫുൾ ജഡ്ജ്മെന്റ് ആണ് നമുക്ക് കാണാൻ സാധിക്കുക. ഈ പറയുന്ന 7 മാലാഖമാർക്ക് ശരിക്കും ഒരു മിഷൻ കിട്ടിയേക്കാണ്, പ്രീച്ച് ചെയ്യാനും അതുപോലെ കണ്ടം ചെയ്യാനും വിക്കഡിനെ. ഇത് ശരിക്കും the plagues which they inflict are called the last, because they shall fill up the measure of God's justice against his enemies and the enemies of his church. ഇതിലൂടെ ഒരു വിധിയാണ് കൽപ്പിക്കുന്നത്, ഫൈനൽ വിധിയാണ് ഇതിലൂടെയൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. ഇനി നമുക്ക് 2-ാം വചനം വായിക്കാം. അഗ്നിമയമായ പളുങ്കുകടൽ പോലെ ഒരു കാഴ്ച ഞാൻ കണ്ടു. മൃഗത്തിന്മേലും അവന്റെ പ്രതിമയിന്മേലും അവന്റെ നാമസംഖ്യയിന്മേലും വിജയം വരിച്ച് ദൈവത്തിന്റെ വീണ പിടിച്ചുകൊണ്ട് പളുങ്കുകടലിൽ നിൽക്കുന്നവരെയും ഞാൻ കണ്ടു. ക്രിസ്റ്റൽ സീ ഈസ് മിങ്കിൾ വിത്ത് ഫയർ. ഇതൊരു ഡിവൈൻ ജഡ്ജ്മെന്റിന്റെ ഒരു ഷാഡോ ആണ്, എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നുള്ളത്. ഇവിടെ ഈ വിഷനില്
ജോണ് ബീസ്റ്റിനെ അതിജീവിച്ചവരെയും കാണുന്നുണ്ട്. അതാണ് ഈ സിയുടെ ഒരു ട്രാൻസ്ലേഷൻ ഉള്ളത്. ഇനി നമുക്ക് ഈ സി എന്നുള്ള കാര്യം എവിടെയൊക്കെയാണ് ഇതിനെക്കുറിച്ച് നേരത്തെ പറഞ്ഞിട്ടുള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം. സി ഓഫ് ഗ്ലാസ്, എസെക്കിയേല് 1:22. ആ ജീവികളുടെ തലയ്ക്ക് മുകളിൽ സ്ഫടികം പോലെ തിളങ്ങുന്ന ഒരു വിതാനം ഉണ്ടായിരുന്നു, അത് അവയുടെ തലയ്ക്ക് മുകളിൽ വിരിഞ്ഞു നിന്നു. ഇനി ഇത് വളരെ ക്ലിയർ ആയിട്ടുള്ളതാണ്, ക്ലിയർ ആസ് ക്രിസ്റ്റൽ. എക്സഡസ് 24:9-10. അനന്തരം മോശയും അഹ്റോനും നാദാബും അബിഹൂവും ഇസ്രായേൽ ശ്രേഷ്ഠന്മാർ 70 പേരും മലമുകളിലേക്ക് കയറിപ്പോയി. അവർ ഇസ്രായേലിന്റെ ദൈവത്തെ കണ്ടു. ആകാശതുല്യം പ്രകാശമാനമായ ഇന്ദ്രനീല കൽത്തളം പോലെ എന്തോ ഒന്ന് അവിടുത്തെ പാദങ്ങളുടെ താഴെ കാണപ്പെട്ടു. ഇത് തന്നെ നമുക്ക് വെളിപാട് 4:6-ലും വെളിപാട് 22:1-ലും കാണാൻ സാധിക്കും. പിന്നെ നമുക്ക് ഒന്ന് വെളിപാട് 21:21 വായിക്കാം. 12-ാമത്തെ സൗഗന്ധികം. 12 കവാടങ്ങൾ 12 മുത്തുകളായിരുന്നു. കവാടങ്ങളിൽ ഓരോന്നും ഓരോ മുത്തുകൊണ്ട് ഉണ്ടാക്കപ്പെട്ടിരുന്നു. നഗരത്തിന്റെ തെരുവീതി അച്ചസ്ഫടികതുല്യമായ തനിത്തങ്കമായിരുന്നു. ഇത്തരം ഒരു ശുദ്ധീകരണത്തെ കുറിച്ച് 1 പത്രോസ് 3:20-ലും 1 കൊരിന്തോസ് 10:1-2-ലും 1 പീറ്റർ 3:21-ലും നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ നമുക്കപ്പോ 1 പത്രോസ് 3:20-21. അവരാകട്ടെ നോഹിന്റെ കാലത്ത് പെട്ടകം പണിയപ്പെട്ടപ്പോൾ ക്ഷമാപൂർവം കാത്തിരുന്ന ദൈവത്തെ അനുസരിക്കാത്തവരായിരുന്നു. ആ പെട്ടകത്തിൽ ഉണ്ടായിരുന്ന 8 പേർ മാത്രമേ ജലത്തിലൂടെ രക്ഷ പ്രാപിച്ചുള്ളൂ. സ്വർഗത്തിൽ നിന്നും വിസ്മയാവഹവുമായ മറ്റൊരടയാളം ഞാൻ കണ്ടു. 7 മഹാമാരികൾ ഏന്തിയ 7 ദൂതന്മാർ. ഈ മഹാമാരികൾ അവസാനത്തേതാണ്, എന്നാൽ ഇവയോടെയാണ് ദൈവത്തിന്റെ ക്രോധം അവസാനിക്കുന്നത്. ഇതുവരെയുള്ള വിഷൻസ് 12, 13, 14 എന്ന് പറയുന്നത് ഒരു ബ്രേക്ക് ആയിരുന്നു ശരിക്കും പറയുകയാണെങ്കിൽ കണ്ടിന്യൂവേഷനില്. ഇവിടെ ഈ പറഞ്ഞ 12, 13, 14 രക്ഷാകര ചരിത്രത്തിലെ എല്ലാ കാര്യങ്ങളും തന്നെ അവിടെ ഡെപിക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോ അത് കഴിഞ്ഞ് ഇപ്പോ 15ഉം 16 എന്ന് പറയുന്നത് നമ്മൾ എവിടെ 11-ാം അധ്യായം നിർത്തിയോ അതിന്റെ തുടർച്ച പോലെയാണ്. കാരണം ഇത് വെളിപാടായതുകൊണ്ട് ഇതിനെല്ലാം ഒരു നമ്മൾ വിചാരിക്കുന്ന ഒരു ഓർഡർ അല്ല, വേറൊരു ഓർഡറാണ് ഉള്ളത്. അപ്പൊ ഈ ഒരു ഫസ്റ്റ് വേഴ്സ് എന്ന് പറയുന്നത് ഒരു ഇൻട്രൊഡക്ടറി സമ്മറിയാണ് ജോണ് 15ഉം 16-ലും കാണാൻ പോകുന്നതിന്. ദ ഹോൾ ഇൻട്രൊഡക്ടറി സമ്മറി എന്നാണ് ഇതിനെ പറയുക. ഇതിനകത്ത് 7 ബവൽസ്, അതായത് പാത്രങ്ങള്, അതിനകത്ത് 7 ലാസ്റ്റ് പ്ലേഗ്സ്, അവസാനത്തെ 7 മഹാമാരി, അത് ദൈവത്തിന്റെ ജഡ്ജ്മെന്റിനെ കംപ്ലീറ്റ് ആക്കും. അതാണ് ഇവിടുത്തെ വിഷയം.
ഈ ഒരു ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു കാര്യം, നമ്മളൊരു കവനന്റിന്റെ കാര്യം എപ്പോഴും പറയാറുണ്ട്, ഓർക്കുന്നുണ്ടല്ലോ. 14 നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു ബാക്കിയുള്ള 1,44,000 പേരെ കുറിച്ചാണ്. അവര് റിഡീംഡ് ആവുന്നു. ജെറുസലത്തിലുള്ള മറ്റുള്ളവര് ആ കാര്യം സ്വീകരിച്ചില്ല. അവര് മറ്റ് ലൗകിക വിജാതീയ സംസ്കാരത്തിൽ പെട്ടു. പക്ഷെ കുറച്ചു പേരെപ്പോഴും ദൈവത്തിന് മാറ്റി നിർത്തപ്പെട്ടിരുന്നു. ദൈവം മാറ്റി അവരെ സംരക്ഷിച്ചു. അവരും അതിനോട് വിശ്വസ്തരായിരുന്നു. അതാണ് നമ്മൾ ശരിക്കും 14-ാം ചാപ്റ്ററിൽ ക്ലോസ് ചെയ്യുന്നത്. ശരിക്കും 14 ക്ലോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 2 കമ്പാരിസൺ കിട്ടും. 13-ാം അധ്യായം 14-ാം അധ്യായം നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ, ഒരു സ്ഥലത്ത് നമുക്ക് 13-ാം അധ്യായത്തിൽ സേറ്റൻ ആരാണെന്നും എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടണതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ സീ ബീസ്റ്റ്, അത് റോമൻ എംപയർ ആ കാലഘട്ടത്തിൽ എന്താണ് ചെയ്തതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഫാൾസ് പ്രോഫറ്റ്, അതായത് ലാൻഡ് ബീസ്റ്റ്, അത് എന്തൊക്കെയാണ് ചെയ്യണതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെയാണ് 13-ാം അധ്യായം നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ 14-ാം അധ്യായത്തിൽ പിതാവായ ദൈവം, ദ ലാംബ് കിങ് ജീസസ് ക്രൈസ്റ്റ്, ഏഞ്ചൽ ആൻഡ് മെസ്സഞ്ചേഴ്സ്, അതായത് ശരിക്കും ശുശ്രൂഷിക്കുന്ന റൈറ്റസ് ഫോളോവേഴ്സ് ഓഫ് ക്രൈസ്റ്റ്, സീൽഡ് വിത്ത് ദ നെയിംസ് ഓഫ് ദ ഫാദർ ആൻഡ് ദ സൺ. ഇതാണ് നമ്മൾ 14-ാം അധ്യായം നമ്മൾ ക്ലോസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞാണ് നമ്മൾ 13-14 കഴിഞ്ഞ് 15-ലേക്ക് വരുമ്പോൾ ഇവിടെ പറയുന്ന 7 മഹാമാരി എന്ന് പറയുന്ന, ആക്ച്വലി 3 നമ്മൾ പണ്ട് പറഞ്ഞിരുന്നു മഹാമാരികൾ. ഇതോടുകൂടി 7 കൂടി ആവുമ്പോൾ അത് 10 മഹാമാരിനെയാണ് പണ്ടത്തെ ജഡ്ജ്മെന്റ് ആയിട്ടുള്ള 10 മഹാമാരിനെയാണ് സൂചിപ്പിക്കുന്നത്. ഈ 3 മഹാമാരികളെ കുറിച്ച് പറയുന്നത് വെളിപാട് 9:18 അതൊന്ന് നമുക്ക് വായിക്കാം. അവയുടെ വായിൽ നിന്നും പുറപ്പെട്ടിരുന്ന തീ, പുക, ഗന്ധകം എന്നീ 3 മഹാമാരികൾ മൂലം മനുഷ്യരിൽ 1/3 ഭാഗം മൃതരായി. ഈ വരുന്ന ജഡ്ജ്മെന്റിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇത് കംപ്ലീറ്റ് ആണ്. ഇതുവരെയുള്ളത് പാർഷ്യൽ ജഡ്ജ്മെന്റ്സ് ആണ് നമുക്ക് കാണാൻ കിട്ടിയിരുന്നെങ്കിൽ, ഇതിനകത്ത് ഫുൾ ജഡ്ജ്മെന്റ് ആണ് നമുക്ക് കാണാൻ സാധിക്കുക. ഈ പറയുന്ന 7 മാലാഖമാർക്ക് ശരിക്കും ഒരു മിഷൻ കിട്ടിയേക്കാണ്, പ്രീച്ച് ചെയ്യാനും അതുപോലെ കണ്ടം ചെയ്യാനും വിക്കറ്റിനെ. ഇത് ശരിക്കും the plagues which they inflict are called the last, because they shall fill up the measure of God's justice against his enemies and the enemies of his church. ഇതിലൂടെ ഒരു വിധിയാണ് കൽപ്പിക്കുന്നത്, ഫൈനൽ വിധിയാണ് ഇതിലൂടെയൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. ഇനി നമുക്ക് 2-ാം വചനം വായിക്കണം. അഗ്നിമയമായ പളുങ്കുകടൽ പോലെ ഒരു കാഴ്ച ഞാൻ കണ്ടു. മൃഗത്തിന്മേലും അവന്റെ പ്രതിമയിന്മേലും അവന്റെ നാമസംഖ്യയിന്മേലും വിജയം വരിച്ച് ദൈവത്തിന്റെ വീണ പിടിച്ചുകൊണ്ട് പളുങ്കുകടലിൽ നിൽക്കുന്നവരെയും ഞാൻ കണ്ടു. ക്രിസ്റ്റൽ സീ ഈസ് മിങ്കിൾ വിത്ത് ഫയർ. ഇതൊരു ഡിവൈൻ ജഡ്ജ്മെന്റിന്റെ ഒരു ഷാഡോ ആണ്, എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നുള്ളത്. ഇവിടെ ഈ വിഷനില് ജോണ് ബീസ്റ്റിനെ അതിജീവിച്ചവരെയും കാണുന്നുണ്ട്. അതാണ് ഈ സിയുടെ ഒരു ട്രാൻസ്ലേഷൻ ഉള്ളത്. ഇനി നമുക്ക് ഈ സി എന്നുള്ള കാര്യം എവിടെയൊക്കെയാണ് ഇതിനെക്കുറിച്ച് നേരത്തെ പറഞ്ഞിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. സി ഓഫ് ഗ്ലാസ്, എസെക്കിയേല് 1:22. ജീവികളുടെ തലയ്ക്ക് മുകളിൽ സ്ഫടികം പോലെ തിളങ്ങുന്ന ഒരു വിധാനം ഉണ്ടായിരുന്നു. അത് അവയുടെ തലയ്ക്ക് മുകളിൽ വിരിഞ്ഞു നിന്നു. ഇനി ഇത് വളരെ ക്ലിയർ ആയിട്ടുള്ളതാണ്, ക്ലിയർ ആസ് ക്രിസ്റ്റൽ. എക്സഡസ് 24:9-10. അനന്തരം മോശയും അഹ്റോനും നാദാബും അബിഹൂവും ഇസ്രായേൽ ശ്രേഷ്ഠന്മാർ 70 പേരും മലമുകളിലേക്ക് കയറിപ്പോയി. അവർ ഇസ്രായേലിന്റെ ദൈവത്തെ കണ്ടു. ആകാശതുല്യം പ്രകാശമാനമായ ഇന്ദ്രനീല കൽത്തളം പോലെ എന്തോ ഒന്ന് അവിടുത്തെ പാദങ്ങളുടെ താഴെ കാണപ്പെട്ടു. ഇത് തന്നെ നമുക്ക് വെളിപാട് 4:6 വെളിപാട് 22:1 കാണാൻ സാധിക്കും. പിന്നെ നമുക്ക് വെളിപാട് 21:21 വായിക്കാം. 12-ാമത്തെ സൗഗന്ധികം. 12 കവാടങ്ങൾ 12 മുത്തുകളായിരുന്നു. കവാടങ്ങളിൽ ഓരോന്നും ഓരോ മുത്തുകൊണ്ട് ഉണ്ടാക്കപ്പെട്ടിരുന്നു.
നഗരത്തിന്റെ തെരുവീതി സ്ഫടികതുല്യമായ തനിത്തങ്കമായിരുന്നു. ഇത്തരം ഒരു ശുദ്ധീകരണത്തെ കുറിച്ച് 1 പത്രോസ് 3:20 1 കൊറിന്തോസ് 10:1-2 1 പീറ്റർ 3:21 നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ നമുക്കപ്പോ 1 പത്രോസ് 3:20-21. അവരാകട്ടെ നോഹിന്റെ കാലത്ത് പെട്ടകം പണിയപ്പെട്ടപ്പോൾ ക്ഷമാപൂർവം കാത്തിരുന്ന ദൈവത്തെ അനുസരിക്കാത്തവരായിരുന്നു. ആ പെട്ടകത്തിൽ ഉണ്ടായിരുന്ന 8 പേർ മാത്രമേ ജലത്തിലൂടെ രക്ഷ പ്രാപിച്ചുള്ളൂ. അതിന്റെ സാദൃശ്യമുള്ള ജ്ഞാനസ്നാനം ഇപ്പോൾ നിങ്ങളെ രക്ഷിക്കുന്നു. അത് നിങ്ങളുടെ ശരീരത്തിലെ മാലിന്യത്തിന്റെ നിർമ്മാർജ്ജനമല്ല, മറിച്ച് മനസാക്ഷിക്കായി യേശു ക്രിസ്തുവിന്റെ ഉത്ഥാനം വഴി ദൈവത്തോട് നടത്തുന്ന പ്രാർത്ഥനയാണ്. ഇനി 1 കൊറിന്തോസ് 10:1-2 വായിക്കാം. സഹോദരരെ, നമ്മുടെ പിതാക്കന്മാരെല്ലാവരും മേഘത്തണലിലായിരുന്നുവെന്നും കടലിലൂടെ കടന്നുവെന്നും നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അവരെല്ലാവരും മേഘത്തിലും കടലിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു. 15:2 ഒന്നും കൂടി വായിക്കൂ. അഗ്നിമയമായ പളുങ്കുകടൽ പോലെ ഒരു കാഴ്ച ഞാൻ കണ്ടു. മൃഗത്തിന്മേലും അവന്റെ പ്രതിമയിന്മേലും അവന്റെ നാമസംഖ്യയിന്മേലും വിജയം വരിച്ച് ദൈവത്തിന്റെ വീണ പിടിച്ചുകൊണ്ട് പളുങ്കുകടലിൽ നിൽക്കുന്നവരെയും ഞാൻ കണ്ടു. 3 വിജയങ്ങളാണ് അവിടെ കാണുന്നത്. ഏതൊക്കെയാണ്? മൃഗത്തിന്മേലും അവന്റെ പ്രതിമയിന്മേലും മൂന്നാമത്തെ നാമസംഖ്യയിന്മേലും. ഇത് ശരിക്കും അവരുടെ വിശ്വസ്തതയും വിശുദ്ധിയാണ് കാണിക്കുന്നത്. നമ്മള് നേരത്തെ പറഞ്ഞത് ഈ സംഖ്യ സൂചിപ്പിക്കുന്നത് തിന്മയാണ്. അതായത് സെക്ഷൽ ഇമോറാലിറ്റി, പവർ, ഗ്രീഡ്. ഇതാണ് ഈ 666ന്റെ ഇന്റേണൽ എലമെന്റ് എന്ന് പറയുന്നത്. അതാണ് അതിജീവിക്കുന്നവർക്ക് വിശുദ്ധിയുണ്ട്. പിന്നെ വിശ്വാസമുള്ളവരാണ് ശരിക്കും ഈ ബീസ്റ്റിൽ നിന്നും ഇമേജിൽ നിന്നും മാറി നിൽക്കുക. അപ്പോൾ വിശ്വാസം വിശുദ്ധിയുമാണ് അവരുടെ ശരിക്കും വിജയത്തിന്റെ കാരണം. അതന്നെയാണ് അവരെ ഈ 3 കാര്യങ്ങളിൽ നിന്ന് അവരെ അതിജീവിക്കാനായിട്ട് സാധിച്ചത്. ഇതാണ് ഇതിന്റെ കണ്ടന്റ്. ഇനി 3-ാമത്തെ വചനം വായിക്കാം നമുക്ക്. 3-ാമത്തേത്, അവർ ദൈവത്തിന്റെ ദാസനായ മോശയുടെയും കുഞ്ഞാടിന്റെയും ഗീതങ്ങൾ ആലപിച്ചുകൊണ്ട് പറഞ്ഞു, സർവശക്തനും ദൈവവുമായ കർത്താവേ, അങ്ങയുടെ പ്രവൃത്തികൾ മഹനീയവും വിസ്മയാവഹവുമാണ്. ജനതകളുടെ രാജാവേ, അങ്ങയുടെ മാർഗങ്ങൾ നീതിപൂർണവും സത്യസന്ധവുമാണ്. ഇവിടെ 2 രീതിയിൽ കോൺട്രാസ്റ്റ് നമുക്ക് കാണിച്ചു തരാണ്. ഫൈനൽ ട്രയംഫിൽ ഉണ്ടാകുന്ന ദൈവരാജ്യത്തിലെ 2 വ്യത്യസ്തമായ കാര്യങ്ങൾ. ഒന്ന്, the pagan nations are defeated and destroyed in a climatic last battle. Psalm 2, Ezekiel 38,